ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ഈ മൂന്ന് ഈശ്വര ശക്തികൾ സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ആ പരബ്രഹ്മത്തിൻ്റെ ചലനത്തിൽ നിന്നും രൂപാന്തരപ്പെട്ടതാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരിൽ നിന്നും അവരുടെ ശക്തിയാൽ ഉണ്ടാകപ്പെട്ട മായാശക്തികളാണ് സരസ്വതി, ലക്ഷ്മി, പാർവതി. ഈ മൂന്ന് ശക്തികളും ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. സരസ്വതി ദേവി സത്വഗുണമായും മഹാലക്ഷ്മി രജോഗുണമായും പാർവതി തമോ ഗുണമായും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ മൂന്ന് ഗുണങ്ങളാണ് ഓരോ ജീവനെയും തൻ്റെ യഥാർത്ഥമായ ആ സ്വരൂപത്തെ മറപ്പിക്കുന്നത്. തമോ ഗുണം തന്നിലുള്ള തൻ്റെ യഥാർത്ഥ സ്വരൂപം മറച്ചു വയ്ക്കുന്നു. രജോ ഗുണമാകുന്ന ലക്ഷ്മി എന്ത് ചെയ്യുന്നു? താൻ മറ്റൊന്നായി തെറ്റിദ്ധരിപ്പിക്കുന്നു. താൻ ഈ ദേഹമാണ് എന്ന് ധരിപ്പിക്കുന്നു. തൻ്റെ യഥാർത്ഥമായ സ്വരൂപം ദുർഗാദേവി മറയ്ക്കുകയും ദുർഗയാകുന്ന തമോ ഗുണം മറയ്ക്കുകയും രജസാകുന്ന മഹാലക്ഷ്മി അത് ഈ ദേഹമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ സത്വഗുണമായിരിക്കുന്ന സരസ്വതി അറിവിൻ്റെ പ്രതീകമാണ്. ആ സരസ്വതി ദേവി സൃഷ്ടിച്ച വസ്തുക്കളിലെല്ലാം ആനന്ദത്തെ കാംക്ഷിക്കുന്നു. ആനന്ദം ആണ്, അല്ലെങ്കിൽ സുഖമാണ്, അറിവാണ്. അറിവും സുഖവുമാണ് സരസ്വതി പ്രദാനം ചെയ്യുന്നത്. അതാണ് സത്വഗുണം. അറിവും ആനന്ദവുമാണ് ഈശ്വരൻ്റെ സ്വഭാവം. ആ ഈശ്വരനിലേക്ക് എത്താൻ ഈ സരസ്വതിയെ അഭയം പ്രാപിക്കുകയാണ് ഏക പോംവഴി. അതിനാൽ പറയുന്നു, ബ്രഹ്മവും വിഷ്ണുവും രുദ്രനും ഈശ്വരൻ. ബ്രഹ്മനും വിഷ്ണുവും രുദ്രനും ഈ മൂന്നെണ്ണമാണ് സൃഷ്ടി, സ്ഥിതി, സംഹാര നായകന്മാർ. മാത്രമല്ല ഇവരുടെ സ്വഭാവം എന്താ? കർമ്മങ്ങൾക്കെല്ലാം ഫലദായകം. നാം ഏത് കർമ്മം ചെയ്യുന്നുവോ, ഒരു ജീവൻ ഏതൊരു കർമ്മം ചെയ്യുന്നുവോ, അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലമെല്ലാം പ്രദാനം ചെയ്യുന്നത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരാണ്. ഈ കർമ്മത്തിൽ ആസക്തരാക്കുന്നത് സരസ്വതി, ലക്ഷ്മി, ദുർഗ, ഈ മൂന്ന് പേരുമാണ്. ഇതാണ് ത്രിഗുണങ്ങൾ. ഈ മൂന്ന് ശക്തികളെ ത്രിഗുണാത്മിക അല്ലെങ്കിൽ മഹാമായ എന്ന് പറയുന്നു. അപ്പം അതിനെ ദേവീ സ്വരൂപമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് സ്ത്രീ എന്ന പദം അവിടെ വന്നിരിക്കുന്നത്. ഓരോ ജീവനും ഈ ശരീരത്തിൽ, ഈ ദേഹമാകുന്ന ഉപാധിയിൽ പെട്ടിരിക്കുന്ന ആ ഈശ്വര ശക്തി തന്നെയാണ് വാസ്തവത്തിൽ ആ പരമാത്മാവ്. പക്ഷേ ഇതിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇത് അതിനെ മറക്കുകയും ഇതാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് മോചനം നേടാൻ ആ ഈശ്വരനെ ഉപാസിക്കൽ മാത്രമാണ് ഏക പോംവഴി. ഈശ്വരോപാസനം കൊണ്ട് ഈ ത്രിഗുണങ്ങളിൽ നിന്നും വിമുക്തി നേടുമ്പോൾ താൻ അത് തന്നെയാണ് എന്ന പരമാർത്ഥ സത്യം നമുക്ക് ബോധ്യമാകും. ബ്രഹ്മനും വിഷ്ണുവും രുദ്രനും ഈശ്വരൻ, കർമ്മങ്ങൾക്കെല്ലാം ഫലദായകൻ. നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം ഫലത്തെ തരുന്നത് ഈ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരാണ്. ശക്തിതാൻ രുദ്രാണി, രമാവാണി എന്നിവർ സദാശിവഭക്തയാം പാർവതീദേവിയും. ശക്തിതാൻ ആ മായാമഹേശ്വരിയായിരിക്കുന്നത് രുദ്രാണി, രമ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി, രുദ്രാണി പാർവതിയാണ്, രമ
വാണി, രമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി, വാണി എന്ന് പറഞ്ഞാൽ സരസ്വതി. അപ്പോൾ ദുർഗാദേവിയും ലക്ഷ്മി ദേവിയും വാണി അതായത് സരസ്വതി ദേവി എന്നിവർ സദാശിവഭക്തയാം പാർവതീദേവിയും, സദാശിവൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്ന പാർവതിയും. ഇന്ദ്രാണിയുമിവൾ കാളിയുമാണിവൾ. ഈ പാർവതി തന്നെയാണ് ഇന്ദ്രാണിയായത്. അത് തന്നെ കാളി എന്ന പേരിൽ അറിയപ്പെടുന്നു. അസുരരെ വെല്ലുന്ന ദുർഗയുമാണിവൾ. അസുരന്മാരെയെല്ലാം കൊല്ലുന്ന ദുർഗാദേവിയും ഇത് തന്നെയാണ്. ഇപ്രകാരത്തിൽ വേണം നാം ഈ ശക്തിയെയെല്ലാം കാണേണ്ടത് എന്ന്. ബ്രഹ്മനും വിഷ്ണുവും രുദ്രനും ഈശ്വരനും കർമ്മങ്ങൾക്കെല്ലാം ഫലദായകൻ. ശക്തിതാൻ രുദ്രാണി രമാവാണി എന്നിവർ സദാശിവഭക്തയാം പാർവതീദേവിയും. ഇന്ദ്രാണിയുമിവൾ കാളിയുമാണിവൾ, അസുരരെ വെല്ലുന്ന ദുർഗയുമാണിവൾ. ഇപ്രകാരത്തിലുള്ള പലതരത്തിലുള്ള ദേവീ സ്വരൂപങ്ങളെല്ലാം തന്നെ മായമയാണ്. ആ മായയാലാണ് നാം എല്ലാം ഇവിടെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്നുണ്ടാകുന്ന കർമ്മത്തിൻ്റെ ഫലം ഈശ്വരൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരാദികളാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.